ओम शांति 4/3/2022। बाबा कहते, मीठे बच्चे, रात को जाग कर कमाई करो, അമൃതവേള ഉടനേക്ക് ആദത്ത് ഡാലോ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, രാത്രിയിൽ ഉണർന്ന് സമ്പാദിക്കൂ, അമൃതവേളയിൽ ഉണരുന്ന ശീലമുള്ളവരാകൂ. ചോദ്യം, ज्ञान में आते ही जो नशा चढ़ता है, उस नशे को स्थायी रखने की विधि क्या है? ജ്ഞാനത്തിൽ വരുന്നതിലൂടെ ലഹരി വർദ്ധിക്കുന്നു അല്ലെ? ജ്ഞാനത്തിൽ വരുമ്പോൾ ലഹരി വർദ്ധിക്കുന്നു. ആ ലഹരിയെ സ്ഥായിയായി നിലനിർത്തുവാനായിട്ടുള്ള വിധി എന്താണ്? ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലഹരി കയറുന്നു. ആ ലഹരിയെ സ്ഥായിയായി നിലനിർത്താനുള്ള വിധി എന്താണ്? ബാബ ഉത്തരം പറയാണ്, ജബ് ജ്ഞാൻ മേ നയെ നയെ ആത്തെ ഹെ തോ ബഹുത് നശ ചढ़ता है. ജ്ഞാനത്തിലേക്ക് പുതിയ പുതിയ കുട്ടികൾ പുതുതായിട്ട് വരുമ്പോൾ അവർക്ക് വളരെയധികം ലഹരി ഉണ്ടാകും. ഉസി സമയ അപ്നെ ആപ് സെ അനേക പ്രതിജ്ഞായെ ഭി കർത്തെ ഹെ. ആ സമയത്ത് സ്വയത്തിൽ വളരെയധികം പ്രതിജ്ഞകളും ചെയ്യും അല്ലെ? സ്വയം ആ കുട്ടികള് വളരെയധികം പ്രതിജ്ഞകളും അനേക പ്രതിജ്ഞകൾ ചെയ്യും. ബാബ कहते, ये प्रतिज्ञाएं डायरी में नोट कर लो, फिर उसे रिवाइज करते रहो, स्थायी നശ രഹേഗ. ബാബ പറയാണ്, കുട്ടികളെ, നിങ്ങൾ ചെയ്ത പ്രതിജ്ഞകൾ ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കൂ, അതിനെ ആവർത്തിക്കൂ. അപ്പോൾ അല്ലേ, ആ നമ്മൾ ചെയ്ത പ്രതിജ്ഞകള് ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കുകയും അത് ആവർത്തിച്ച് വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ലഹരി സ്ഥായിയായി നിലനിൽക്കും. നഹി തോ മായക്കെ തൂഫാൻ മേ ആനെ സെ നശ ഉഡ് ജായേഗ. ഇല്ലെങ്കിൽ മായയുടെ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ ഈ ലഹരിയെല്ലാം പറന്നു പോകും, പറക്കും എന്ന് പറയില്ലേ? അഗർ കോയി ഭൂൽ ചലത്തെ ചലത്തെ ഹോ ജായേ തോ ഫൗറൻ സുനാക്കർ ഹൽക്കെ ഹോ ജാവൂ. എന്തെങ്കിലും തെറ്റുകൾ അല്ലെ, മുന്നോട്ടുള്ള ബ്രാഹ്മണ ജീവിതത്തിന്റെ പുരുഷാർത്ഥത്തിന്റെ യാത്രയിൽ അല്ലെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ബാബയോട് അല്ലെ കേൾപ്പിച്ച് ലൈറ്റായി മാറും. ഫിർ ദുബാര യേ ഭൂൽ നാ ഹോ. വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കപ്പെടാൻ പാടില്ല. നഹിത്തോ വൃദ്ധി ഹോത്തി ജായേഗി. ഇല്ലെങ്കിൽ വൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കും, തെറ്റുകളുടെ വൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഗീതം, ദുഃഖിയോം പർ രഹം കരോ മാം ബാപ് ഹമാരെ. ദുഃഖികളുടെ മേൽ കരുണ കാണിക്കൂ, ഞങ്ങളുടെ മാതാപിതാവേ എന്നാണ് പറയുന്നത്. ഓം ശാന്തി. യേ ഗീത് ബഹുത് അച്ഛാ ഹെ ക്യോങ്കി ദുഃഖി തോ സാരി ദുനിയാ ഹെ. അല്ലെ, ഈ ഗീതം വളരെ നല്ലതാണ്, കാരണം ഒരുപാട് ദുഃഖികളാണ് മുഴുവൻ ലോകത്തിലുമുള്ളത്. ഓർ യാദ് ഭി കർത്തെ ആയി ഹെ തും മാതാപിതാ. അതുപോലെ തന്നെ ഓർമ്മിച്ചുകൊണ്ടും വന്നു, അങ്ങ് മാതാവും പിതാവുമാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ടേ വന്നു. തുമാരി കൃപാസെ സുഖ ഗനേരെ മിൽത്തി ഹെ. അങ്ങയുടെ കൃപയിലൂടെ നിറഞ്ഞ സുഖം ലഭിക്കുന്നു. ഈ സമയ സാരി ദുനിയ ദുഃഖി ഹെ, ഇസ്ലിയേ ഹി പാപ്കോ യാദ് കർത്തെ. ഈ സമയത്ത് മുഴുവൻ ലോകത്തിലുള്ളവരും വളരെ ദുഃഖികളാണ്, അതുകൊണ്ട് തന്നെയാണ് ബാബയെ ഓർമ്മിക്കുന്നത്. തോ മാക്കോ ഭി ജരൂർ കരേങ്കെ. തീർച്ചയായിട്ടും അല്ലെ, അച്ഛനെ മാത്രമല്ല ഓർമ്മിക്കുക, അമ്മയെയും ഓർമ്മിക്കും. യേ ഗീത് ബഹുത് അച്ഛാ ഹെ. ഈ ഗാനം വളരെ നല്ലതാണ് അല്ലെ. ദുഃഖികളുടെ മേൽ കരുണ കാണിക്കൂ അല്ലെ, ഞങ്ങളുടെ മാതാപിതാവേ. तो तुम जानते हो, माँ बाप के पास जन्म लेने से हमको वर्षा मिलता है 1 सेकंड. കുട്ടികൾക്ക് അറിയാം, അമ്മയുടെയും അച്ഛന്റെയും അടുക്കൽ നമ്മൾ ജന്മം എടുക്കുന്നതിലൂടെ നമുക്ക് 1 സെക്കൻഡിലാണ് സ്വത്ത് ലഭിക്കുന്നത്. ഭാരത് മേ യേ ഗായൻ ഹെ ബച്ചേ അബ് സന്മുഖ് ബൈഠേ ഹെ. ഭാരതത്തില് ഈ മഹിമയുണ്ട് എന്ന് വെച്ചാൽ, മാതാപിതാവിന്റെ അരികിൽ എത്തുമ്പോൾ അല്ലെ, മാതാപിതാവിന്റെ കുട്ടിയായിട്ട് ജന്മം എടുക്കുമ്പോൾ നമുക്ക് സ്വത്ത് ലഭിക്കുന്നു, 1 സെക്കൻഡിൽ സ്വത്ത് ലഭിക്കുന്നു. ഇത് ഭാരതത്തിന്റെ മഹിമയാണ്.
बच्चे अब सन्मुख बैठे हैं, जगदम्बा है और जगത് पिता भी जरूर है. കുട്ടികള് ബാബയുടെ സന്മുഖത്തിൽ ഇരിക്കുകയാണ്. ഇവിടെ ജഗദംബയും ഉണ്ട്, പിന്നെ ജഗത് പിതാവുമുണ്ട്. ഉൻകെ ഊപ്പർ കോയി ഹോഗ, അല്ലെ, അവരുടെ മുകളിൽ ആരൊക്കെയോ ഉണ്ട്. ക്യോങ്കി ഈ സമയം സുഗതാം കാ വർഷ മിൽനാ ഹെ. അപ്പൊ ജഗത് പിതാവുമുണ്ട്, ജഗദംബയും ഉണ്ടെങ്കിൽ അവരുടെ മുകളിൽ ഒരാളുണ്ട്, അല്ലെ. ബാബ പറയാണ്, എന്തുകൊണ്ടെന്നാൽ ഈ സമയത്താണ് നമുക്ക് സുഗതാമത്തിന്റെ സ്വത്ത് ലഭിക്കുന്നത്. तो സുഗതാം की സ്ഥാപന करने वाला മാതാപിതാ चाहिए. സുഗതാമം സ്ഥാപിക്കുന്ന ഒരു മാതാവും പിതാവും ആവശ്യമാണ്. कोई माता पिता साहूकार होते हैं तो उनका फर्स्ट क्लास घर होता है. ബാബ പറയാണ്, ഒരു മാതാവും പിതാവും സമ്പന്നരാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള വീടും ഉണ്ടായിരിക്കും. कोई माता पिता गरीब होते हैं घर भी ऐसे ही होगा. ചില മാതാപിതാക്കൾ നിർധനരാണെങ്കിൽ വീടും അതുപോലെയുള്ളതായിരിക്കും. तो सत्युग में देखो राधे कृष्ण है, उनको पहली पहली बादशाही मिली है. സത്യത്തിലേക്ക് നോക്കൂ, രാധയും കൃഷ്ണനുമുണ്ട്, അവർക്കാണ് ഏറ്റവും ആദ്യം ചക്രവർത്തി പദവി ലഭിക്കുന്നത്. तो राधे और कोई राजा के पास जन्म लेगी, कोई राजकुमारी होगी. ബാബ പറയാണ്, തീർച്ചയായിട്ടും അല്ലെ, രാധ ഒരു രാജാവിന്റെ അടുക്കലായിരിക്കും ജന്മം എടുത്തത്. രാധ ഒരു രാജകുമാരിയാണ്. और ശ്രീകൃഷ്ണ രാജകുമാർ ഹോഗ, ശ്രീകൃഷ്ണൻ രാജകുമാരനാണ്. फिर उनको शादी करनी ही है, പിന്നെ അവർക്ക് വിവാഹം കഴിക്കണം. तो ये बरोबर है, തീർച്ചയായിട്ടും ഇതുണ്ട്. മാതാപിതാ അബ് ദേവി രാജധാനി സ്ഥാപൻ കർ രഹേ ഹെ. മാതാവും പിതാവും ഇപ്പോൾ ദൈവിക രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവി ദേവതായെ സൂര്യവംശി മഹാരാജ മഹാറാണി ദേ. ബാബ പറയുന്ന ദേവി ദേവതകൾ സൂര്യവംശി മഹാരാജ മഹാറാണിയായിരുന്നു. തും ജാൻതേ ഹോ ഇനോക്കോ യേ മർത്തബ കേസെ മില. കുട്ടികൾക്ക് അറിയാം ഇവർക്ക് ഈ പദവി എങ്ങനെയാണ് ലഭിച്ചത്. രാം സീതാക്കോ ചന്ദ്രവംശി രാജായി കേസെ മിലി. രാമനും സീതയ്ക്കും ചന്ദ്രവംശി രാജ്യഭാഗ്യം എങ്ങനെയാണ് ലഭിച്ചത്? കലിയുഗ അന്തമേ തോ കുച്ച് ഭി നഹി ഹെ. ബാബ പറയാണ്, കലിയുഗ അന്ത്യത്തിൽ ഒന്നും തന്നെ ഇല്ല. യേ ഹെ പടായി സെ രാജായി. ബാബ പറയാണ്, ഇത് പഠിപ്പിലൂടെയുള്ള രാജ്യഭാഗ്യമാണ്. ഉസ് പടായി സെ എഞ്ചിനീയർ ബാരിസ്റ്റർ ആദി ബൻതെ ഹെ. ബാബ പറയാണ്, ഇന്ന് പഠിപ്പിലൂടെ മനുഷ്യര് എഞ്ചിനീയർ ആകുന്നു, അല്ലെ, ഭൗതികമായ പഠിപ്പിലൂടെ എഞ്ചിനീയർ ആകുന്നു, ബാരിസ്റ്റർ ആകുന്നു. യേ ഹെ ഫിർ പടായി സെ രാജാവും കാ രാജാ ബന്ന. പക്ഷെ പരമാത്മാവ് വന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഭഗവാൻ നൽകുന്ന ആത്മീയ പഠനം, ആത്മീയ വിദ്യയിലൂടെ നമ്മൾ രാജാക്കന്മാരുടെ രാജാവായിട്ട് മാറുന്നു. तो जैसे उस पढ़ाई में इंजीनियर बैरिस्टर बनते हैं, एक ही बाप है जो राजाई के पद के लिए രാജോഗ് സിഖിലാത്തെ ഹെ. ഒരേ ഒരു ശിവബാബയാണ് അല്ലെ രാജ്യ പദവിക്ക് വേണ്ടി, അല്ലെ രാജകീയ പദവിക്ക് വേണ്ടി രാജയോഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരേ ഒരു പരമാത്മാവ് മാത്രമാണ്. और कोई ऐसी यूनिवर्सिटी नहीं है जहां രാജ്യപദ പ്രാപ്ത് करने के लिए पुरुषार्थ कराया जाता है. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഈ ഭൂമിയിൽ വേറെ ഇല്ല. അതായത് രാജ്യ പദവി പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന, പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി. तो इसका नाम भी है ഗീതാ പാഠശാല, അല്ലെ. അതുകൊണ്ട് ഇതിന്റെ പേരെന്താണ്? ഗീതാ പാഠശാല. ഗീതാ സെ രാജായി പദ് മിൽത്താ ഹെ. ഗീതയിലൂടെ രാജ്യ പദവി ലഭിക്കുന്നു. അച്ഛാ, വേദ ഉപനിഷത്ത് സെ കോൺസാ പദ് മിൽത്താ ഹെ. ബാബ ചോദിക്കാണ്, വേദ ഉപനിഷത്തുകളിലൂടെ ഏത് പദവിയാണ് ലഭിക്കുന്നത്? രാജയോഗത്തോ ഭഗവാൻ ഹി ആക്കർ സിഖിലാത്തെ ഹെ. രാജയോഗം ഭഗവാൻ വന്നിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇത്തിനി സഹജ ബാത് ഹെ. ഇതെത്ര സഹജമായ കാര്യമാണ്. കൽക്കി ബാത് ഹെ. ബാബ പറയുന്നത് ഇന്നലത്തെ കാര്യമാണ്. ബരോബർ ലക്ഷ്മി നാരായൺ കാ രാജ്യത. തീർച്ചയായിട്ടും ഇവിടെ ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടായിരുന്നു. तो गाते भी है क्राइस्ट से 3000 वर्ष पहले देवताओं का രാജ്യത. മഹിമ പാടുന്നുണ്ട്, ക്രിസ്തുവിന് 3000 വർഷം മുമ്പ് ദേവീ ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നു. ഉനോക്കോ കേസെ മില, അല്ലെ, ദേവീ ദേവതകൾക്ക് എങ്ങനെയാണ് ഈ രാജ്യഭാഗ്യം ലഭിച്ചത്? അല്ലെ, ബാബു ചോദിക്കാണ്, അവർക്ക് എങ്ങനെയാണ് ഈ രാജ്യഭാഗ്യം ലഭിച്ചത്? ജരൂർ ഭഗവാനെ വിനാശ് കെ പേലെ പഠായ ഹെ. തീർച്ചയായിട്ടും ഭഗവാൻ
വിനാശത്തിന് മുമ്പായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഉൻകെ ബാദ് ഹി വിനാശ് ഹുവാ ഹോഗ. അതിനുശേഷമാണ് ഇവിടെ വിനാശം ഉണ്ടായിട്ടുള്ളത്. രാജ്യോഗ് രാജ്യോഗ് സേ സത്യുഗമേ രാജ്യപദ് പായ ഏഹേ സംഘം. രാജ്യയോഗത്തിലൂടെ സത്യയുഗത്തിൽ നമ്മൾ രാജ്യ പദവി നേടുന്നു. ബാബ പറയാണ്, കുട്ടികളെ ഇത് സംഗമ യുഗമാണ്. തും ലിഖ് സക്തേ ഹോ ഇസ് സമയ ഹി സെക്കൻഡ് മേ സൂര്യവംശി ചന്ദ്രവംശി രാജായി പ്രാപ്ത് ഹോ സക്തി ഹേ. ഇവിടെ നിങ്ങൾ കുട്ടികൾക്ക് എഴുതുവാൻ സാധിക്കും, ഈ സമയത്താണ് സെക്കൻഡിൽ സൂര്യവംശി ചന്ദ്രവംശി ചക്രവർത്തി പദവി പ്രാപ്തമാകുന്നത്. ആക്കർ സംജോ, ഇവിടെ വന്ന് മനസ്സിലാക്കൂ. ചിത്രോം പർ തും അച്ചി തരഹ് സംജാ സക്തേ ഹോ. ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് നല്ല പോലെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കും. സംജാനെ വാലെ ശുരൂഢ ബുദ്ധി ചാഹിയേ. ബാബ പറയാണ്, മനസ്സിലാക്കി കൊടുക്കുന്ന കുട്ടികള് വളരെ വിവേകശാലികളും വളരെ ബുദ്ധിസാമർഥ്യമുള്ള കുട്ടികളായിരിക്കണം. ബ്രഹ്മകുമാർ ഓർ കുമാരിയ സോ ശിവക്കെ പോത്രേ പോത്രിയ. അല്ലെ, ബാബ പറയണ ബ്രഹ്മകുമാർ ബ്രഹ്മകുമാരികൾ ആരാണ്? ശിവബാബയുടെ അല്ലെ ആരാണ്? മക്കളും പേരക്കുട്ടികളുമാണ്. പരന്തു ബാബ് കഹത്തെ ഹേ മുझे, പക്ഷെ ബാബ പറയുകയാണ്, മുझे കോട്ടോ മേ കോയി പഹചാൻതേ. കോടിയിൽ ചിലർക്ക് മാത്രമേ എന്നെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. മുझसे വർഷ ലേത്തെ ഹേ. എന്നെ തിരിച്ചറിഞ്ഞ് എന്റെ അടുക്കൽ നിന്ന് സ്വത്ത് നേടുന്നവർ എത്ര പേരുണ്ട്? കോടിയിൽ ചിലർ. സെക്കൻഡ് മേ ജീവൻ മുക്തി പാത്തെ ഹേ. അവർ സെക്കൻഡിൽ ജീവൻ മുക്തി പ്രാപ്തമാക്കുന്നു. ഫിർ ജീവൻ മുക്തി മേ ഊഞ്ചപദ് പ്രാപ്ത് കർണേ കെ ലിയെ പുരുഷാരത് കർണ ഹേ. ഇപ്പോൾ ജീവൻ മുക്തിയിൽ ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്യണം. तो ये सब समझाने के लिए ये മേളെ പ്രദർശിനി നിക്കലേ ഹേ. ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മേളകളും പ്രദർശനികളും അല്ലെ എല്ലാം ഉള്ളത്. ഖയാലത്ത് ചലത്തെ ഹേ നയി നയി പോയിന്റ്സ് നിക്കൽത്തി ഹേ. അല്ലെ, അതിനെ കുറിച്ച് എന്താണ് കുട്ടികൾ ചിന്തിക്കുന്നു, പുതിയ അല്ലെ പുതിയ പുതിയ പോയിന്റുകൾ ലഭിക്കുന്നു. എന്നുവെച്ചാല് ബാബ പറയാണ്, പരമാത്മാ ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേളകളും പ്രദർശനികളും എല്ലാം വെക്കുന്നത്. അല്ലെ, അപ്പോ എന്താണ്, എങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ള ചിന്തകൾ ഉണ്ടാകും. അപ്പോഴെന്താണ്, ബാബയും നമുക്ക് പുതിയ പുതിയ പോയിന്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ദിൻ പ്രതിദിൻ ചിത്ര ആദി സഹജ നിക്കാലത്തെ ജാത്തെ ഹേ. ദിനം പ്രതിദിനം പുതിയ പുതിയ ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓർ നിക്കലേ സബ് ഡ്രാമ അനുസാർ ഹി ഹേ. ഡ്രാമ അനുസരിച്ചിട്ടാണ് ഈ ചിത്രങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. കൽപ്പ് പേലെ ജോ ആക്ട് ചലി വഹി ചലനി ഹേ. കൽപ്പം മുമ്പ് എന്ത് ആക്ട് ആണോ നടന്നിട്ടുള്ളത് അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ऐसे कोई लिख ना सके ये प्रदर्शनी 5,000 വർഷ के बाद इस समय निकाली गई. അല്ലെ, ബാബ പറയണ അങ്ങനെ പറയാൻ സാധിക്കില്ല. അല്ലെ, ഇവിടെ അല്ലെ ബാബ പറയാണ്, ऐसा कोई लिख ना सके ये प्रदर्शनी 5,000 वर्ष के बाद इस समय निकाली गई है. तो कल्प के बाद निकलेगी. അപ്പോ അതായത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെക്കാൻ സാധിക്കില്ല. ഈ പ്രദർശിനി 5000 വർഷത്തിന് ശേഷം ഇതേ സമയത്ത് വീണ്ടും നടക്കും. അല്ലെ, കൽപ്പത്തിന് ശേഷം ഉണ്ടാകും. എകീ ബാർ കൽപ്പക്കെ സംഗം പർ യേ പ്രദർശിനി നിക്കൽത്തി ഹേ. ഒരേ ഒരു പ്രാവശ്യം तो ऐसा कोई लिख ना सके कि प्रदर्शनी 5,000 वर्ष के बाद फिर इस समय निकाली गई है, फिर कल्प के बाद निकलेगी. അപ്പൊ ബാബ പറയാണ്, ഇപ്പൊ നമ്മളുടെ പ്രദർശനിയിൽ നമുക്ക് പറയാൻ പറ്റും, കഴിഞ്ഞ കൽപ്പത്തിലും ഇതേ പ്രദർശനി നടന്നിരുന്നു, ഇനി അടുത്ത കൽപ്പത്തിലും ഇതേ സമയത്ത് ഈ പ്രദർശനി നടക്കും. പക്ഷെ പുറത്തുള്ള ഏതെങ്കിലും ജ്ഞാനമില്ലാത്ത ഏതെങ്കിലും വ്യക്തികൾക്ക് അല്ലെ ആർക്കെങ്കിലും അവര് നടത്തുന്ന ഒരു മേള കൽപ്പത്തിന് ശേഷം നടക്കും എന്ന് പറയാൻ സാധിക്കൂ? കാരണം അവർക്ക് മുഴുവൻ കൽപ്പത്തെ കുറിച്ചുള്ള നോളേജ് ഇല്ല, 5000 വർഷത്തിന്റെ നോളേജ് ഇല്ല. तो ये प्रदर्शनी 5,000 वर्ष के बाद इस समय निकाली गई है, तो कल्प के बाद निकलेगी. तो एक ही बार कल्प के संगम पर ये प्रदर्शनी निकलती है. അപ്പോ അല്ലെ 5000 വർഷത്തിന് ശേഷം ഇതേ സമയത്ത് ഇതേ പ്രദർശിനി നമ്മൾ നിർമ്മിക്കുന്നു. അപ്പോ ബാബ പറയാണ്, അതായത് ഒരിക്കൽ അല്ലെ ഈ സംഗമ യുഗത്തില് ഈ പ്രദർശിനി ചെയ്തിട്ടുണ്ട്. तो अथवा 5,000 वर्ष के बाद ये प्रदर्शनी परमपिता परमात्मा से
सेकंड में जीवन मुक्ति पद पाने अर्थात समझाने के लिए हम निकालते हैं. അപ്പോ ഓരോ 5000 വർഷത്തിന് ശേഷവും ഇതേ പ്രദർശിനി പരമപിത പരമാത്മാവിലൂടെ ഒരു സെക്കൻഡിൽ ജീവൻ മുക്തിയുടെ പദവി പ്രാപ്തമാക്കുവാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് തയ്യാറാക്കുകയാണ് അല്ലെ. ഇപ്പൊ ഓരോ സമയത്തും ഈ കൽപ്പത്തിലും വരുന്ന കൽപ്പത്തിലും കഴിഞ്ഞ കൽപ്പത്തിലും ഒക്കെ ഇതേ സമയത്താണ് ആ പ്രദർശിനി നിർമ്മിച്ചത് അല്ലെ. ആ പ്രദർശിനി നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. ഇത് എന്താണ് പരമാത്മാവ് അല്ലെ, ഭഗവാനാണ് അത് ചെയ്യിപ്പിക്കുന്നത്. കാരണം ഒരു സെക്കൻഡിൽ ജീവൻ മുക്തിയുടെ പദവി നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സേവനം ചെയ്യുന്നത്. ദേശാന്തരമേ ജായകി അല്ലെ, ഈ പ്രദർശനയെല്ലാം ദേശാന്തരങ്ങളിലേക്ക് പോകും എന്ന് ബാബ പറയാണ്. നൈ നൈ പോയിന്റ്സ് ബാബ സംജാത്തെ രഹേങ്കെ. പുതിയ പുതിയ ജ്ഞാനത്തിന്റെ പോയിന്റ്സ് ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. എഡീഷൻ കറക്ഷൻ ഹോത്തി രഹേഗി അല്ലെ. ഇതിലെ ബാബ എപ്പോഴും എന്താണ്, ചിത്രങ്ങളാണെങ്കിലും എന്താണെങ്കിലും അത് ബാബ കറക്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും അല്ലെ. അതിൽ എഡീഷനും കറക്ഷനും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കും അല്ലെ. ബാബ അതേപോലെ നമുക്ക് ഈ ജ്ഞാനം നൽകുമ്പോഴും അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ബാബ എങ്ങനെ പറഞ്ഞു കൊടുക്കണം അല്ലെ, നമ്മൾ പറയുന്നത് നമുക്ക് കറക്റ്റ് ചെയ്തും തരും. वो लोग रामायण आदि छपाएंगे तो वही छपाएंगे इसलिए हमको कहते हैं आगे तुम क्या लिखते थे. ബാബ പറയണ ഇന്ന് ലോകര് രാമായണം ഒക്കെ പ്രിന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ രാമായണം അവര് പ്രിന്റ് ചെയ്യുമ്പോ ഹംകോ കഹത്തെ ആകെ തും ക്യാ ലിഖ്തേ ഥേ അബ് ക്യാ ലിഖ് രഹേ ഹോ അല്ലെ. അവര് നമ്മളോട് പറയും, മുമ്പൊക്കെ നിങ്ങൾ എന്താണ് എഴുതിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ നിങ്ങൾ എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ബാബ കഹത്തെ ഹേ മേ തുംകോ രോജ് നൈ നൈ ബാतें സുനാതാ. അപ്പൊ മുമ്പ് കുട്ടികൾ എഴുതിയിരുന്നതും ഇപ്പോൾ കുട്ടികൾ എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ബാബ പറയാണ്, മക്കളെ ദിവസവും ഞാൻ എന്റെ കുട്ടികൾക്ക് പുതിയ പുതിയ ജ്ഞാന ബിന്ദുക്കള് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസവും ഇക്കട്ടി തൊടി സുനാവുക. എല്ലാം ഒരുമിച്ച്, മുഴുവൻ ജ്ഞാനം ഒരുമിച്ച് ബാബ കേൾപ്പിക്കൂ ഇല്ല. ഉനോനെ ലിക്കാഹെ യുദ്ധക്കെ മൈതാൻമേ ഗീത സുനായി. അവര് എഴുതി വെച്ചിട്ടുണ്ട്, യുദ്ധ മൈതാനത്തിലാണ് ഗീത കേൾപ്പിച്ചത്. 18 അധ്യായക്ക് ഗീത ബനായി ഹെ. 18 അധ്യായങ്ങളുടെ ഗീത നിർമ്മിച്ചിരിക്കുകയാണ്. ജോ സംസ്കൃത മേ ഹോഷിയാർ ഹോത്തെ ഹെ വോ ആധാ ഘണ്ട മേ ശ്ലോക് കണ്ട് കർ ലേത്തെ ഹെ. സംസ്കൃതത്തില് സമർത്ഥരായിരിക്കുന്നവര് അരമണിക്കൂറിനുള്ളിൽ അവര് എന്ത് ചെയ്യും അല്ലെ, ശ്ലോകത്തെ കുറിച്ചിട്ട് അല്ലെ മനസ്സിലാക്കി കൊടുക്കാൻ അവർക്ക് സാധിക്കും. മുഖ്യഹേഹി ഗീത അല്ലെ, ശ്ലോകത്തിന്റെ ഓരോ വരികളിലും ഓരോ വാക്കുകളിലും അടങ്ങിയിരിക്കുന്ന അർത്ഥങ്ങളെ കുറിച്ച് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കുന്നു. മുഖ്യമായിട്ടുള്ളത് ഗീതയാണ്. ബാക്കി ഭാഗവത് മേ തോ കഹാനിയാ ഹേ അല്ലെ, ഭാഗവതത്തിൽ മുഴുവൻ കഥകളാണ്. ഗീതയിലാണ് ജ്ഞാനമുള്ളത്. ഗീതാക്കോ ഹി സംസ്കൃതമേ ബനായാ ഹേ. ഗീതയാണ് സംസ്കൃതത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. ചോട്ടിസി ഗീത സംസ്കൃതമേ ബനായി ഹേ. ചെറിയ ഗീതയാണ് സംസ്കൃതത്തിൽ നിർമ്മിച്ചിട്ടുള്ളത്. तो ज्ञान का सागर बाबा इतना ज्ञान सुनाते हैं जो सागर को स्याही बनाओ, जंगल को कलम बनाओ, सारे पृथ्वी को कागज बनाओ तो भी पूरा हो ना सके. ജ്ഞാനസാഗരനായ ബാബ ഈ ജ്ഞാനം കുട്ടികളെ കേൾപ്പിക്കുകയാണ്. ബാബ പറയാണ്, സാഗരത്തിനെ മഷിയാക്കി മാറ്റൂ അല്ലെ. പിന്നെന്താണ്, കാട് അല്ലെ, കാട്ടിലെ മരങ്ങളെ പേനയാക്കി മാറ്റൂ. സാഗരത്തെ മഷിയാക്കി മാറ്റൂ, കാട്ടിലെ മരങ്ങളെയെല്ലാം പേനകളാക്കി മാറ്റൂ അല്ലെ. മുഴുവൻ ഭൂമി അല്ലെങ്കിൽ മുഴുവൻ ആകാശത്തെ പേപ്പറാക്കി മാറ്റൂ. അപ്പൊ ആകാശമാകുന്ന പേപ്പറില് അല്ലെ, സാഗരമാകുന്ന മഷി ഉപയോഗിച്ച് അല്ലെ, കാട്ടിലെ മരങ്ങളാകുന്ന പേനകൾ ഉപയോഗിച്ച് എത്രയെത്ര എഴുതിയാലും തീരാത്തതാണ് എന്ത്, ജ്ഞാനം. ഉനോനെ തോ 18 അധ്യായ പൂരാ കർ ദിയ. അവർ 18 അധ്യായങ്ങൾ പൂർത്തിയാക്കി. പരന്തു ऐसा तो है नहीं ना कोई संस्कृति की बात है, ഹിന്ദി ഭാഷ ചലത്തി അല്ലെ. ബാബ പറയാണ്, പക്ഷെ ഇവിടെ എന്താണ്, സംസ്കൃതത്തിന്റെ കാര്യങ്ങളില്ല, ഹിന്ദി ഭാഷയാണ്. ഭാഷായത്തോട് ഡേർ ഹേ. ലോകത്തിലെ ഭാഷകൾ അനവധിയുണ്ട്. സബ് ഭാഷായി ഏക് തോ നഹി സീഖ് സക്തേ ഹേ. എല്ലാ ഭാഷകളും നമുക്ക് ഒന്ന് തന്നെ പഠിക്കാൻ കഴിയില്ല. കോശിഷ് കർക്കെ 5-6 ഭാഷയെ കോയി സീഖ് ജാത്താ ഹേ.
അല്ലെ പരിശ്രമിച്ച് 5 6 ഭാഷകളാണ് പഠിക്കുന്നത്. ഉൻകാബി ബഹുത്ത് മാൻ ഹോത്താ ഹെ, അതിനും വളരെയധികം മാന്യതയുണ്ട്. അബ് ഭഗവാൻ സബി ഭാഷാവോ മേ തൊടി സംജായേഗ, ഇപ്പൊ ഭഗവാന് എല്ലാ ഭാഷകളിലും നമുക്ക് മനസ്സിലാക്കി തരുവാൻ സാധിക്കൂ. ഏ തോ ഹിന്ദി മേ ഹി സംജാത്തെ ഹെ, ബാബ വന്നിട്ട് ഹിന്ദിയിലാണ് മനസ്സിലാക്കി തരുന്നത്. ജैसे ഹിന്ദി ടൂട്ടി ഫുട്ടി സബ് ജാനത്തെ ഹെ, ബാബ പറയാണ് ഹിന്ദി, മുറിയൻ ഹിന്ദി എല്ലാവർക്കും അറിയാം അല്ലെ. കുറച്ചൊക്കെ ഹിന്ദി എന്ന് പറയുന്നത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും അറിയാം. ऐसे अंग्रेजी भी टूटी फूटी जानते हैं, അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ എന്താണ് മുറി ഭാഷ എന്ന് പറയില്ലേ, എന്ന് വെച്ചാല് കുറച്ചൊക്കെ അല്ലറ ചില്ലറ ഭാഷ എന്ന് വെച്ചാൽ കുറച്ചൊക്കെ അറിയാം. തും ബച്ചോങ്കോ ബാബ ഹിന്ദി മേ സംജാത്തെ ഹെ, ബാബ കുട്ടികൾക്ക് ഹിന്ദിയാണ് മനസ്സിലാക്കി തരുന്നത്. ഭക്തോങ്കോ ഭഗവാൻ ആക്കർ ഭക്തി കാ ഫൽ ദേത്തെ ഹെ, ഭക്തർക്ക് ഭഗവാൻ വന്നിട്ട് ഭക്തിയുടെ ഫലം നൽകുകയാണ്. ഭഗത്ത് അനേക ഹെ, അനേക ഭക്തരാണ് ഈ ഭൂമിയിലുള്ളത്. ഭഗവാൻ ഏക് ഹെ, പക്ഷെ ഭഗവാൻ ഒന്നേ ഉള്ളൂ. കഹത്തെ ഹെ പതിത പാവൻ ആവോ, വിളിക്കുന്നുണ്ട് ഹേ പതിത പാവന വരൂ. ऐसे तो नहीं कहते ഭഗവാൻ ആവോ, അങ്ങനെ പറയുന്നില്ലേ ഭഗവാനെ വരൂ. പതിത പാവന വരൂ. സബ്കാ ബാപ് ഏക് ഹി, എല്ലാവർക്കും ഒരേ ഒരു ബാബ മാത്രമാണുള്ളത്. कहते हैं ये पतित पावन आओ, ऐसे तो नहीं कहते कि ഭഗവാൻ ആവോ. പറയുന്ന ഭഗവാൻ ഹേ ഭഗവാൻ വരൂ എന്ന് വിളിക്കുന്നില്ല. സർവരുടെയും അച്ഛൻ ഒന്നേയുള്ളൂ. സബ്കാ ഗോഡ് ഫാദർ ഏക് ഹെ, എല്ലാവരുടെയും ഗോഡ് ഫാദർ ഒന്നേയുള്ളൂ. वो ക്രിയേറ്റർ ക്രിയേറ്റ് കരേങ്കെ സുഖ കെ ലിയെ, അല്ലെ ക്രിയേറ്റർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, സുഖത്തിന് വേണ്ടിയാണ്. ബാപ് ബച്ചോं के सुख के लिए ही चाहते हैं, അല്ലെ സൃഷ്ടാവായ ഭഗവാൻ കുട്ടികളുടെ അല്ലെ സുഖത്തിന് വേണ്ടിയാണ് ഈ രചനയെ രചിക്കുന്നത്. അല്ലെ ബാബ കുട്ടികളുടെ സുഖമാണ് ആഗ്രഹിക്കുന്നത്. കുട്ടികൾ വളരെ സുഖികളായിരിക്കണം എന്ന ബാബ ആഗ്രഹിക്കുന്നേ. ഗോഡ് ഫാദർ സ്വർഗ രചിത്തെ ഹെ ഓർ ജിനോക്കോ സ്വർഗ കാ മാലിക് ബനാത്തെ ഹെ, ഗോഡ് ഫാദർ വന്നിട്ട് സ്വർഗത്തെ രചിക്കുകയാണ്, കുട്ടികളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റാണ്. ഉനോക്കോ സ്വർഗ കാ മാലിക് ബനാത്തെ ഹെ ഉനോക്കോ ഗോഡ് ഗോഡസ് കഹാ ജാതാ ഹെ, ബാബ പറയാണ് അവരെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഗോഡ് ഗോഡസ് ആക്കി മാറ്റുകയാണ്. പരന്തു സത്വനക്ക് കഹെങ്കെ യേ ഗുപ്ത ബാത്തേ ഹെ, അല്ലെ അപ്പൊ ബാബ പറയാണ് ദേവി ദേവതകളാക്കി കുട്ടികളെ മാറ്റുകയാണ് അല്ലെ. പക്ഷെ എല്ലാവർക്കും ഈ ജ്ഞാനം ലഭിക്കോ, എല്ലാവരോടും ശിവബാബയ്ക്ക് പറയാൻ പറ്റോ? ഇല്ല. കാരണം ഇത് വളരെ ഗുപ്തമായ കാര്യമാണ്. ഗോഡ് ഫാദർ ആദം ഈവ് ദ്വാര കേസെ സൃഷ്ടി രചിതേ ഹെ, അല്ലെ ഗോഡ് ഫാദർ വന്നിട്ട് ആദവും ഹവ്വയിലൂടെ ഈ സൃഷ്ടിയെ എങ്ങനെയാണ് രചിക്കുന്നത്. ഗോഡ് അലഗ് ഹെ യേ ധീരെ ധീരെ സമസ്തേ ജായെങ്കെ, അല്ലെ ഈശ്വരൻ വേറെയാണ്, ദേവീ ദേവതകൾ വേറെയാണ്. ബാബ പറയുന്ന പതുക്കെ പതുക്കെ ക്രമേണ ആളുകൾ മനസ്സിലാക്കും. ജാഡ് വൃദ്ധിക്കോ പാത്ത രഹിക, ഈ വൃക്ഷം വൃദ്ധിയെ പ്രാപിച്ചുകൊണ്ടിരിക്കും. ഭാരത് കോ ഹി മുക്തി ജീവൻ മുക്തി മിൽത്തി ഹെ, ഈ ഭാരതീയർക്കാണ് മുക്തിയും ജീവൻ മുക്തിയും ലഭിക്കുന്നത്. സുഗതം ഭാരത് ബൻതാ ഹെ, സുഗതാമമായി മാറുന്നത് ഭാരതമാണ്. അല്ലെ നാളത്തെ സുഗതാമം സ്വർഗമായി മാറുന്നത് എന്താണ്? ഭാരതമാണ്. തോ പെലെ ഭാരത് ഹി പ്രാചീൻ ഖണ്ഡത, ആദ്യം ഭാരതമാണ് പ്രാചീന ഖണ്ഡമായിരുന്നത്. ജഹാൻ ദേവി ദേവതായെ രാജ്യകർത്തേതേ, അല്ലെ ഭാരതത്തിലാണ് ദേവി ദേവതകൾ രാജ്യം ഭരിച്ചിരുന്നത്. തോ ഇസ്കെ ബാദ് ഇസ്ലാമി ബൗദ്ധി ഖണ്ഡ് സ്ഥാപന ഹുയേ, അതിനുശേഷം ഇസ്ലാമി ബൗദ്ധി ഖണ്ഡം സ്ഥാപിക്കപ്പെട്ടു. ബിൽക്കുൽ സഹജ്, ഇതെല്ലാം വളരെ സഹജമാണ്. ഇസ് സമയം ജിസ്കോ സാപ്ലിംഗ് ലഗ്നാ ഹെ ഉനോക്കോ ഹി ലഗ്താ ഹെ, ഈ സമയത്ത് ചെടിയുടെ നടൽ കർമ്മല്ലേ, അല്ലെ ഏത് കുട്ടികളുടെ ഉള്ളിലാണോ ഈ ജ്ഞാനം അല്ലെ തലയിൽ കയറുന്നത് അവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ സാപ്ലിംഗ് നടക്കാണ് അല്ലെ. അപ്പൊ നമ്മളുടെ ഒക്കെ സാപ്ലിംഗ് നടക്കുക, ആർക്കാണോ ഇത് മനസ്സിലാകുന്നത് അവരുടെ സാപ്ലിംഗ് ആണ് നടക്കുന്നത്. देखो कैसे कैसे पत्र लिखते हैं बाबा, हम 4 दिन के बच्चे हैं, അല്ലെ കുട്ടികള് ബാബയ്ക്ക് കത്തെഴുതാറുണ്ട്. ബാബ അങ്ങയുടെ 4 ദിവസത്തെ കുട്ടികളാണ് ഞങ്ങൾ. തോ ഹംനെ ആപ്കോ പെഹചാൻ ലിയ, ഞങ്ങൾ അങ്ങയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കൊയ് തോ കിത്തനെ വർഷം തക്ക് ബെൽ ആത്തെ രഹേംഗെ പരന്തു കഭി പത്ര ഭി നഹീ ലിഖ്തെ,
ചില കുട്ടികൾ ബാബയുടെ അടുക്കൽ വർഷങ്ങളായിട്ട് വരുന്നുണ്ട്, പക്ഷെ ബാബയ്ക്ക് ഒരു കത്ത് പോലും എഴുതാറില്ല. കൊയ്ത്തോ ഫട്സെ പത്ര ലിഖ്തേ ഹെ, ചിലരാണെങ്കിൽ വളരെ പെട്ടെന്നാണ് കത്ത് എഴുതുന്നത്. ആകെ ചെൽക്കർ മയക്കെ തൂഫാൻ ബോത്തായെങ്കിൽ, ഇനിയും മുന്നോട്ട് പോകുമ്പോൾ മായയുടെ കൊടുങ്കാറ്റുകൾ ധാരാളം വരും. പുരാണെ തൂഫാൻ സെ പുരാണെ പത്തെ ഭി ഗിർ ജാത്തെ ഹെ, കൊടുങ്കാറ്റുകൾ വരുമ്പോൾ എന്താ സംഭവിക്കുക? അതായത് പഴയ ഇലകളെല്ലാം വീണു പോകുന്നു അല്ലെ? കൊടുങ്കാറ്റ് വരുമ്പോ പഴയ ഇലകളെല്ലാം വീണു പോകുന്നു. നയോങ്കോ പെലെ പെലെ കുഷിക്ക പാര ബോത്ത് ചടുത്ത ഹെ, പുതിയ പുതിയ കുട്ടികൾ വരുമ്പോ അവർക്ക് വളരെയധികം ലഹരിയും സന്തോഷവും ഉണ്ടാകുന്നു. ബാബ ആപ്കെ ഹോക്കർ ഹം രഹിങ്കെ പരന്തു മായ കം നഹി. കുട്ടികൾ പറയും, ബാബ ഞങ്ങൾ അങ്ങയുടേതായിട്ട് ജീവിക്കും, പക്ഷേ ഈ മായ എന്ന് പറയുന്നത് അത്ര ചില്ലറക്കാരനൊന്നും അല്ല അല്ലെ, നിസ്സാരക്കാരനൊന്നും അല്ല. ജബ പ്രതിജ്ഞ കർത്തെ ഹെ തോ ഡയറി പർ നോട്ട് രഖോ ഹംനെ ക്യാ ക്യാ പ്രതിജ്ഞ കീ ഹെ. നമ്മൾ പ്രതിജ്ഞ ചെയ്യുമ്പോ ആ പ്രതിജ്ഞകൾ ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കണം. ബാബയുടെ അടുക്കൽ നമ്മൾ എന്തെല്ലാം പ്രതിജ്ഞകൾ ചെയ്തിട്ടുണ്ട്. കൊയ് തോ പ്രതിജ്ഞ കർ ഫിർ കഭി ഡയറി കോ ലിഖ്തേ ഹി നഹി. ബാബ പറയാണ്, ചില കുട്ടികൾ പ്രതിജ്ഞ ചെയ്തിട്ട് ഡയറിയിൽ പിന്നെ എഴുതുന്നത് പോലുമില്ല അല്ലെ. ബാബ ഡയറിയിൽ എഴുതുന്നത് പോലുമില്ല. ഇസ്സേ ക്യാ ഫൈദ ഹെ, അങ്ങനെ ഡയറിയിൽ എഴുതാതിരുന്നാൽ എന്ത് നേട്ടാണുള്ളത്? ऐसे नहीं हमारे പിച്ചാടി വാലെ പഠേങ്കെ അല്ലെ. ബാബ പറയണ അങ്ങനെയല്ല, നമ്മളുടെ പുറകെ വരുന്നവര് പഠിക്കും. യഹാത്തോ കൊയ് പോത്രേ പോത്രിയ ആദി രഹനെ നഹി ഹെ. ബാബ പറയണ ഇവിടെ മക്കളോ പേരക്കുട്ടികളോ ഒന്നും അവശേഷിക്കാൻ പോകുന്നില്ല. ജിസ്നെ ജോ ഉഠായ സോ ഉഠായ. ഇപ്പൊ നമ്മൾ എത്രമാത്രം പരമാത്മാവ് ഈ ജ്ഞാനം നൽകുന്നുവോ, ആ ജ്ഞാനസാഗരന്റെ അടുക്കൽ നിന്ന് ഈ ജ്ഞാനം എത്രയധികം നമ്മൾ സ്വീകരിക്കുന്നു അത്രയും നമ്മൾ സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. ഞാ പടാ തോ കച്ചാഹി രഹ ജായേഗ. പഠിപ്പ് ദിവസവും പഠിച്ചില്ലെങ്കിൽ അല്ലേ നമ്മൾ എന്താവും? പക്വമാകാത്തവരായിട്ട് മാറും. തോടി ബോൾക്കർ ഫിർ ബത്തായ നഹി തോ ബൽ വൃദ്ധിക്കോ പാത്തി രഹി. ബാബ പറയണ, തെറ്റുകൾ ചെയ്തിട്ട് കുട്ടികളെ മിണ്ടാതിരുന്നാൽ തെറ്റുകളുടെ വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏക്ക് കഹാനി ഭി ഹെ, മാക്ക കാൻ പക്കടാ തോ തുമ്നെ മുझे പഹലെ ക്യോं നഹി സുനായ. അല്ലെ, അതായത് ഒരു കുട്ടി എന്താണ്, ഒരാള് ഭയങ്കര കള്ളത്തരങ്ങൾ ചെയ്ത് മോഷണം അങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പിടിക്കപ്പെട്ടിട്ട് അയാള് അത്രയും വലിയ തെറ്റുകൾ അയാൾ ചെയ്തിട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ആൾക്ക് വധശിക്ഷ. അപ്പൊ വധശിക്ഷ വിധിക്കുകയാണ്. അപ്പൊ വധശിക്ഷ വിധിക്കുന്ന സമയത്ത് എന്ത് പറ്റി? അപ്പോ അയാൾ എന്ത് ചെയ്തു? എനിക്ക് എന്റെ അവസാനമായിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കും. പറയും, എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണം എന്ന് പറയും അല്ലെ. അമ്മയെ ഒന്ന് കാണണം എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്തു? അമ്മ വന്നപ്പോ അമ്മയുടെ കാത് കടിച്ച് പറിച്ചെടുത്തെന്നാ പറയും. എന്ന് വെച്ചാല് ആള് പറയുന്നത്, എന്റെ തെറ്റുകളെ ചെറുതിലെ തന്നെ എന്റെ ഓരോരോ തെറ്റുകളും അപ്പപ്പോ അമ്മ തിരുത്തി തന്നിരുന്നു എങ്കിൽ അയാൾ ഇത്രയും വലിയ കള്ളനോ അല്ലെങ്കിൽ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിത്വം ആൾക്ക് വരില്ലായിരുന്നു. ഒന്നും അറ്റാച്ച്മെന്റ് കാരണം അമ്മ ഒന്നും പറഞ്ഞില്ല. അറ്റാച്ച്മെന്റ് കാരണം തെറ്റുകൾ തിരുത്തി കൊടുത്തില്ല. അപ്പോഴാണ് ആ കുട്ടിയുടെ വ്യക്തിത്വം വഷളായി പോയത്. പഹലി സുനാത്തി തോ മുझे ജയിൽ നഹി മിൽത്ത. എന്നെ അല്ലെ, എന്റെ തെറ്റുകളിലെ എന്നെ തിരുത്തി എന്റെ അമ്മ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എങ്കിൽ ഞാനിപ്പോ ജയിലിലാകില്ലായിരുന്നു. യേ സബ് ദൃഷ്ടാന്ത ഹെ, ഇതൊക്കെ ഉദാഹരണമാണ്. കഭി ചോരി നഹി കർണി ചാഹിയെ നഹി തോ ആദത് പട് ജായേഗി. ബാബ പറയാണ്, ഒരിക്കലും മോഷ്ടിക്കാൻ പാടില്ല അല്ലെ. കള്ളത്തരങ്ങളും മോഷണവും ബാബ പറയാണ് ഇത് ശീലമായിട്ട് മാറും, അതുകൊണ്ട് അത് ചെയ്യരുത്. ഓർ ധർമ്മരാജ് ബഹുത് ദണ്ഡേ കാനെ പടേങ്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അല്ലെ, മോഷ്ടിക്കുക, കള്ളത്തരങ്ങൾ, കള്ളം പറയുക, ബാബ പറയാണ് ഇതിലൂടെ എന്താ സംഭവിക്കുക? ധർമ്മരാജന്റെ വളരെയധികം കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. അബ് ബാപ്സെ ജിത്ന വർഷ ലേനാ ഹോ സോ ലേലോ. ബാബയിൽ നിന്നും എത്രമാത്രം സ്വത്ത് കുട്ടികൾക്ക് നേടണമെന്ന് ആഗ്രഹിക്കുന്നുവോ കുട്ടികൾ നേടൂ. വിശ്വക്ക് ബാദുഷാഹി ബാബ് ദേ രഹേ ഹെ ഓർ ക്യാ ദേ. വിശ്വത്തിന്റെ ചക്രവർത്തി പദവി ബാബ നൽകുകയാണ്. വേറെ എന്ത് നൽകാനാണ്? ബാക്കി രഹാഹിക്ക, ബാക്കി എന്താണ് ഇവിടെ അവശേഷിച്ചിട്ടുള്ളത്? അപ്നി ബഗരി ജീവൻ തോ ഇസ്മേ തേഹി അഭിമാനി ബന്ന ഹെ. ഇവിടെ ഇനി എന്താണ് അവശേഷിച്ചിട്ടുള്ളത്?
അല്ലെ നമ്മുടെ ആ എന്താണ് നിർധനമായ നമ്മുടെ ജീവിതം, അല്ലെ ബഗരി പാർട്ട്, ആ ബഗരി ജീവിതമാണ്. അപ്പൊ ബാബ പറയാണ് ഇസ്മേ ദേഹി അഭിമാനി ബന്നാഹി, ഇവിടെ കുട്ടികള് ആത്മാ അഭിമാനിയാകണം. ദേഹസഹിത സാരി ദുനിയാക്കോ ഹം ബോൾത്തെ ഹേ, ദേഹസഹിതം മുഴുവൻ ലോകത്തെയും നമ്മൾ മറക്കുകയാണ്. ലോഭനഹി രക്കന ചായേ, കുട്ടികളെ ഒരിക്കലും ലോഭമുള്ളവരായിരിക്കാൻ പാടില്ല. ജോ മിലെ സോ അച്ഛ, എന്ത് കിട്ടിയാലും അല്ലെ സന്തോഷം, അല്ലെ ഭവൻ അത്യാഗ്രഹം പാടില്ല. കഹാ ജാത്താ ഹേ മാംഗനെ സെ മർന ബല, പറയാറുണ്ട് ചോദിക്കുന്നതിനേക്കാളും ഭേദം മരിക്കുന്നതാണ് എന്ന് പറയാറുണ്ട്. ശിവബാബയ്ക്ക് ഭണ്ഡാരെ സെ തോ സബ് കുച്ച് മിൽത്താ ഹേ, ശിവബാബയുടെ ഭണ്ഡാരയിൽ നിന്ന് എല്ലാം കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടല്ലോ അല്ലെ. പിന്നെ ചോദിക്കണേക്കാളും നല്ല മരിക്കുന്നതാണ്. അമൃതവേള ആപ്പേക്ക് ഉടനേക്ക് അത് ഡാണിഹേ, അമൃതവേളയിൽ സ്വയം ഉണരുന്ന ആ ഒരു ശീലം കുട്ടികളിൽ ഉണ്ടായിരിക്കണം. രാത്രിക്കോ ജാഗക്കർ കമായി കരോ, രാത്രിയിൽ അല്ലെ വെളുപ്പിനെ ഉണർന്നിരുന്ന് അല്ലെ ബാബ രാത്രിയിൽ ഉണർന്നിരുന്നെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? 2 മണിക്കൊക്കെ ഉണർന്ന് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ബാബാനെ ഏ തൻ ബഹുത്ത് അനുഭവി ലിയാഹി, ബാബ പലപ്പോഴും അല്ലെ ഈ ബാബ എടുത്തിരിക്കുന്ന ഈ ബ്രഹ്മാവിന്റെ ശരീരം അനുഭവിയുടെ ശരീരമാണ്. तो ये भी वो भी रत्न, ये भी ज्ञान रत्न, तो आज का झूठे हीरे भी ऐसे निकले ही. ബാബ പറയുന്നുണ്ട് ലോകത്തിലെ രത്നങ്ങളുണ്ട്, ഇന്ദ്രനീലം, മരതകം, പുഷ്യരാഗം, പക്ഷെ ഇത് ജ്ഞാനരത്നങ്ങളാണ്. ഇന്നത്തെ കാലത്ത് അസത്യമായിട്ടുള്ള വജ്രങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഒറിജിനൽ ആയിരിക്കില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. ജോ ബാത്മത് പൂച്ചു, അങ്ങനെ എത്ര ഡ്യൂപ്ലിക്കേറ്റ് രത്നങ്ങൾ ഉണ്ടാകുന്നു. ചിത്രം പർ സംജാന ബഹുത് സഹജേ, പറഞ്ഞ ചിത്രങ്ങളിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ സഹജമാണ്. സെക്കൻഡ് മേ ബാപ്സെ ആക്കർ വർസലേലോ, സെക്കൻഡിൽ വന്ന് ബാബയുടെ കുട്ടിയായി സ്വത്ത് നേടും. ഊപ്പർമേ ബാബ ഏകെ ബ്രഹ്മ കുമാർ കുമാരിയ, മുകളിലെ ബാബയാണ്. ബാബ പറയാണ് പിന്നെ ബ്രഹ്മകുമാർ കുമാരികൾ. ജബ്സെ ഹം ബാബാക്കെ ബനെ ജീവൻ മുക്തി ക വർഷ ഹി തോ ഹേ ഹി, നമ്മുടെ ബാബയുടെ കുട്ടിയായി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ജീവൻ മുക്തിയുടെ സ്വത്ത് നമുക്ക് ലഭിച്ചു. ബാക്കി ഹം പുരുഷാർത്ഥ കർത്തേ ഹി ഉच्च पद पाने का, ബാക്കി നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നത് ഉയർന്ന പദവി കരസ്ഥമാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നത്. പരംപിത പരമാത്മ ബ്രഹ്മദ്വാര മനുഷ്യ സൃഷ്ടി രചിതേ, പരമപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ മനുഷ്യ സൃഷ്ടിയെ രചിക്കുകയാണ്. ബാന്ദേലിയ കരുതി ബാബ ബസ് ഹം ആപ്കോ ഹി യാദ് കർത്തേ. ബന്ധനസ്ഥരായിട്ടുള്ള കുട്ടികളുടെ അവസ്ഥ എന്താണ് അല്ലെ? ബന്ധനസ്ഥരായിട്ടുള്ള കുട്ടികൾ ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക. കാരണം അവർക്ക് ബാബയുടെ അടുക്കൽ എത്തണം, ബാബയുടെ സെന്ററിൽ വരണം, അല്ലെ മുരളി കേൾക്കണം, വ്യാഴാഴ്ച വരണം, അങ്ങനെ എല്ലാ ദിവസവും ബാബയുടെ അടുക്കലേക്ക് ഓടി വരണം എന്ന് അവർ അത്ര ആഗ്രഹിക്കുന്നുണ്ട്. ദിവസം മുരളി കേൾക്കണം, സെന്ററിൽ ഇരുന്ന് തപസ് ചെയ്യണം, പക്ഷെ അവരെ വിടത്തില്ല. അപ്പൊ അവരുടെ മനസ്സ് മുഴുവൻ എവിടെയാണ്? ബാബയുടെ അടുക്കലാണ്. അവര് ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. तो बहुत है, जैसे प्रभाव निकलता जाएगा बांधनिया भी छूटती जाएगी. അപ്പൊ ബാബ പറയാണ് നോക്ക്, നിങ്ങളുടെ പ്രഭാവം വർദ്ധിക്കും തോറും ബന്ധനസ്ഥരായിട്ടുള്ള കുട്ടികളും ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാകും. ബഹുത്തെ ജോ പതിക്കോ ഗുരുപൻ ജാതി ഹെ, അല്ലെ നിറയെ കുട്ടികൾ അങ്ങനെയുണ്ടെന്ന്, ബന്ധനസ്ഥരായിട്ടുള്ള കുട്ടികളാണ് അല്ലെ. അവര് അത്രയും ബാബയെ ഓർമ്മിച്ച് അവര് ബന്ധനമുക്തമാകും. അവര് പതിയുടെ പോലും ഗുരുവായി തീരുന്ന അല്ലെ പത്നിമാരുണ്ട്. वो लिस्ट निकालेंगे तो कितनी स्त्रियां पति को गुरु बनी है. ലിസ്റ്റ് എടുത്ത് നോക്കണം എത്ര സ്ത്രീകൾ പതിയുടെ ഗുരുവായിട്ട് മാറിയിട്ടുണ്ട്. फिर पति भी लिखे मुझे इसने ज्ञान दिया, ये मेरी गुरु है. പതിയും പറയണം ഇവരാണ് എനിക്ക് ജ്ഞാനം നൽകിയത്, ഇവരെന്റെ ഗുരുവാണ്. പുരുഷ കഹെങ്കെ ബരോബർ സ്ത്രീ മേരെ ഗുരു ഹെ, പുരുഷൻ പറയും സ്ത്രീ തീർച്ചയായിട്ടും എന്റെ ഗുരുവാണ്. तो ऐसे थोड़ी कोई मानेंगे सदगुरु बिगर कोई उद्धार होना सके. അല്ലെ അപ്പൊ ഹസ്ബൻഡ് അവര് ഗുരുവാണ്, പത്നി ഗുരുവാണ് എന്ന് അംഗീകരിക്കുന്നു. ബാബ പറയാണ് എല്ലാവരും അങ്ങനെ അംഗീകരിക്കൂ? ഇല്ല. മാതാ ഗുരു ബിഗർ കൊയ് ഉദ്ധാർ ഹോനാ സക്കെ, അമ്മ ഗുരുവാണ്, അമ്മയാകുന്ന ഗുരുവില്ലെങ്കിൽ ആരും ഇവിടെ ഉയർത്തപ്പെടുന്നില്ല. കലശ് ജഗത് മാതാക്കോ മിൽത്താ ഹെ, കലശം ലഭിച്ചിരിക്കുന്നത് ജഗത് മാതാവിനാണ്.
ഇരിക്കുന്ന എന്താ ചോദിക്കും? माता गुरु बिगर कोई उद्धार हो न सके कलश माता पिता को मिलता है അല്ലെ? ബാബ പറയാണ് മാതാവാകുന്ന ഗുരു ഇല്ലാതെ ആരും തന്നെ ഇവിടെ ഉയർത്തപ്പെടുന്നില്ല. കലശ് ജഗത് മാതാക്കു മിൽത്താ ഹെ തോ ജഗത് മാതാ ഹി ഗുരു ഹി. കലശം ജഗത് മാതാവിനാണ് ലഭിക്കുന്നത്, അതുകൊണ്ട് ജഗത് മാതാവാണ് ഗുരു. ആജ്കൽ സ്ത്രീയോങ്കോ ബഹുത് മാൻ ഹെ. ജഗത് മാതാവ് ആരാണ്? ജഗദംബ. അപ്പൊ ആദ്യം ശിവബാബ കലശം കൊടുക്കുന്നത് ആരുടെ ശിരസിലെ കലശം വെച്ചു കൊടുക്കുന്നേ? ജഗത് മാതാവിന്റെ. പിന്നെ എല്ലാ മാമന്മാരുടെയും ശിരസിലെ ജ്ഞാന കലശം ബാബ വെച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ജഗത് മാതാവ് ആരായി? ഗുരുവായി തീർന്നു. ആജ്കൽ സ്ത്രീയോങ്കോ ബഹുത് മാൻ ദേത്തെ ഹെ. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് വളരെയധികം ബഹുമാനം നൽകുന്നുണ്ട്. ബാബി ഗതി ഹെ മാതാ ഗുരു ബിഗർ മുക്തി ജീവൻ മുക്തി മിൽനഹി സക്തി. ബാബയും പറയാണ് മാതാവും അല്ലെ, മാതാവാകുന്ന ഗുരുവില്ലാതെ മുക്തിയും ജീവൻ മുക്തിയും ആർക്കും ലഭിക്കില്ല. തബ് മാതാ ദ്വാര അഡോപ്റ്റ് ഹോ. അതുകൊണ്ട് മാതാവിലൂടെയാണ് ബാബ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ജീവൻ മുക്തി ലഭിക്കുന്നത്. മാതാക്കോ ഗുരു സംചന ചാഹി. ഇവിടെ അമ്മയെ ഗുരുവാണെന്ന് മനസ്സിലാക്കണം. ബച്ചോങ്കോ അപ്പനെ അഹങ്കാർ നഹി ദിക്കാന ഹെ. കുട്ടികൾ ഒരിക്കലും തന്റെ അഹങ്കാരം കാണിക്കാൻ പാടില്ല. മാതാവോ മർത്തബ ദേന ഹെ. അമ്മമാർക്ക് പദവി നൽകണം. ഫോളോ കർണ ഹെ. അവരെ ഫോളോ ചെയ്യണം. ദേഹാഭിമാൻ നഹി ആന ചെയ്യേ. ദേഹാഭിമാനത്തിലേക്ക് വരരുത്. അപ്നേക്കു നിരഹങ്കാരി സംജനാകെ. സ്വയം നിരഹങ്കാരിയാണെന്ന് മനസ്സിലാക്കണം. ബാപ്പി അപ്നേക്കു നിരാകാർ സമസ്തേ ഹെ. ബാബയും സ്വയത്തെ എന്താ വിചാരിക്കുന്നേ? നിരാകാരിയാണ് എന്ന് മനസ്സിലാക്കണം. ബാബയ്ക്കറിയാം ബാബ നിരാകാരിയാണ്. തും കഹെങ്കെ അയാം ഇൻകോർപ്പോറിയൽ കം കോർപ്പോറിയൽ. നിങ്ങൾ പറയും ഞാൻ ഇൻകോർപ്പോറിയൽ ആണ്, കോർപ്പോറിയലുമാണ്. അതായത് നിരാകാരിയുമാണ്, സാകാരിയുമാണ്. അപ്പൊ നമ്മള് നിരാകാരിയുമാണ്, സാകാരിയുമാണ്. ശിവബാബ എന്ത് പറയും? ഞാൻ നിരാകാരിയാണ്. ये सब बातें समझाने के लिए दी जाती है. ഈ കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തരികയാണ്. അല്ലെ, ഉദാഹരണങ്ങളെല്ലാം പറയുന്നത് അതിനു വേണ്ടിയാണ്. സബ്മേ ഏകരസ് ധാരണ നഹി ഹോതി. എല്ലാവരും എത്ര കുട്ടികളെ ഈ ജ്ഞാനം കേൾക്കുന്നത്, പക്ഷെ എല്ലാ കുട്ടികൾക്കും ഒരിക്കലും എന്താണ് ധാരണ ഉണ്ടാകില്ല. ജ്ഞാനത്തിന്റെ ജീവിതത്തിൽ പകർത്തുന്നത് എല്ലാ കുട്ടികൾക്കും ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ സ്വയത്തിന് നിരഹങ്കാരിയാണെന്ന് മനസ്സിലാക്കണം. ബാബ സ്വയത്തിന് നിരാകാരി എന്ന് മനസ്സിലാക്കണം. ഇത്തെ ഹോസ്പിറ്റൽ കം യൂണിവേഴ്സിറ്റി. നമ്മൾ പറയും ഇത് ഹോസ്പിറ്റലുമാണ്, ഇത് യൂണിവേഴ്സിറ്റിയുമാണ്. ये सब बातें समझाने के लिए दी जाती है. ബാബ ഇതെല്ലാം നമ്മളോട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ്. സബ്മേ ഏകരസ് ധാരണ നഹി ഹോതി. എല്ലാവരും ഒരേപോലെ ജ്ഞാനത്തിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നില്ല. ഹോസ്പിറ്റൽ കം जैसे लिखते हैं हॉस्पिटल कम यूनिवर्सिटी. ये सब बातें समझाने के लिए दी जाती है. सब में एकरस धारणा नहीं होती. അല്ലെ, മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാബ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. എല്ലാ കുട്ടികളും ഒരുപോലെ ഉൾക്കൊണ്ട് ഒരുപോലെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. പുരുഷാർത്ഥക്കാർ ധാരണ കർണാഹി ഓർ കരാനാഹി. പുരുഷാർത്ഥം ചെയ്ത് ധാരണ ചെയ്യണം, മറ്റുള്ളവരെ കൊണ്ട് ധാരണ ചെയ്യിപ്പിക്കണം. സുന ഓർ സുനായ തുരന്ത് ദാൻ മഹൻ പുണ്യം. അല്ലെ, കേട്ടു കേൾപ്പിച്ചു പെട്ടെന്ന് തന്നെ നമ്മൾ ദാനം മഹാപുണ്യം. അല്ലെ, അതായത് പെട്ടെന്ന് നൽകുന്ന ദാനമാണ് മഹാപുണ്യം. എന്നുവെച്ചാല് പറയില്ലേ, എന്താ നമ്മുടെ കർണൻ എണ്ണ തേച്ചുകൊണ്ടിരിക്കുക. ഇടത്തെ കയ്യില് സ്വർണ്ണ തളികയില് എണ്ണ വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ശരീരം മുഴുവൻ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടത്തെ കയ്യില് തളികയുണ്ട്, സ്വർണ്ണ തളിക. അപ്പോഴാണ് കൃഷ്ണൻ വരുന്നത്. അപ്പം അതായത് കർണൻ ഭയങ്കര മഹാദാനിയാണ്. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, ഈ തളിക എനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ആ ഇടത്ത് കൈ കൊണ്ട് ആ തളിക കൃഷ്ണന് കൊടുക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കർണൻ ഇടത്ത് കൈ കൊണ്ട് ആ തളിക കൊടുത്തതെന്ന് ചോദിച്ചപ്പോ, ഇടത്ത് കൈയിൽ നിന്ന് വലത്ത് കൈയിലേക്ക് മാറ്റുന്നതിനിടയിൽ ചിലപ്പോൾ ഭഗവാൻ ഇത് കൊടുക്കണ്ടെന്ന് തോന്നും, മനസ്സ് മാറും. അതുകൊണ്ട് ഭഗവാൻ ചോദിച്ച ഉടനെ തന്നെ ഇടത്ത് കൈ കൊണ്ട് തന്നെ ഭഗവാന് കൊടുത്തത് അതുകൊണ്ടാണ്. आजकल स्त्रियों को बहुत मान देते हैं.
ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് വളരെ മാന്യത നൽകുന്നുണ്ട്. ബാബി കത്തി മാതാ ഗുരു ബിഗർ മുക്തി ജീവൻ മുക്തി മിൽനഹി സക്ത. അല്ലെ, ബാബ പറയാണ് മാതാ ഗുരു ഇല്ലാതെ ആർക്കും മുക്തി ജീവൻ മുക്തി ലഭിക്കുകയില്ല. ജബ് മാതാ ദ്വാര അഡോപ്റ്റ് ഹോ തബ് ജീവൻ മുക്തി മിലേ. അല്ലെ, പരമാത്മാവ് അമ്മയിലൂടെ നമ്മൾ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവൻ മുക്തി ലഭിക്കുന്നത്. മാതാക്കോ ഗുരു സമझना चाहिए. അമ്മയെ ഗുരുവായിട്ട് തന്നെ കാണണം. बच्चों को इतना अहंकार नहीं रखना है. बच्चों को इतने अहंकार नहीं रखना है. മാതാവോं को मर्तबा देना है. പറയണം അമ്മമാർക്ക് പദവി നൽകണം, അമ്മമാരെ മുന്നിൽ വെക്കണം. അല്ലെ, കുട്ടികളില് ഒരിക്കലും ദേഹാഭിമാനം പാടില്ല. കുട്ടികള് ഒരിക്കലും അത്രയും അഹങ്കാരം കാണിക്കാൻ പാടില്ല. സ്വയത്തിൽ അഹങ്കാരം പാടില്ല. ഫോളോ കർണ ഹെ. ബാബ എന്ത് പറയുന്നു അത് ഫോളോ ചെയ്യണം. ദേഹാഭിമാൻ നഹി ഹോന ചാഹിയെ. ഒരു ദേഹാഭിമാനവും ദുരഭിമാനങ്ങളും കുട്ടികളിൽ ഉണ്ടാകാൻ പാടില്ല. അപ്നേക്കോ നിരഹങ്കാരി സമझना है. സ്വയത്തിന്റെ നിരഹങ്കാരിയാണെന്ന് മനസ്സിലാക്കണം. ബാബി അപ്നേക്കോ നിരാകാർ സമझते हैं. അല്ലെ, ബാബയും എന്താണ്, സ്വയത്തെ നിരാകാരിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. തും കഹേങ്കെ അയാം ഇൻകോർപ്പൊറിയൽ കം കോർപ്പൊറിയൽ. നമ്മൾ എന്താ പറയാ, നമ്മള് നിരാകാരിയുമാണ്, നമ്മൾ സാകാരിയുമാണ്. ജैसे अपने को निराकार समझते हैं तुम कहेंगे आई एम इनकॉर्पोरियल कम कॉर्पोरियल. जैसे लिखते हैं ഹോസ്പിറ്റൽ കം യൂണിവേഴ്സിറ്റി. അല്ലെ, നമ്മൾ എന്ത് പറയും, ഇത് ഹോസ്പിറ്റലുമാണ്, ഇത് യൂണിവേഴ്സിറ്റിയുമാണ്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ബാബ പറയുന്നത്. എല്ലാവരും ഒരേപോലെ ഇതിനെ ജീവിതത്തിൽ പകർത്തുന്നില്ല. ബാബ പറയാണ് പുരുഷാർത്ഥം ചെയ്ത് ധാരണ ചെയ്യണം, ധാരണ ചെയ്യിപ്പിക്കണം. സുന ഓർ സുനായ തുരന്ത് ദാൻ മഹാൻ പുണ്യ. അല്ലെ, കേട്ടു ഉടനെ കേൾപ്പിച്ചു എന്ന് പറയുമ്പോ ഉടനെ ചെയ്യുന്ന ദാനം മഹാൻ പുണ്യമാണ്. കേട്ട മാത്രയിൽ തന്നെ കേൾപ്പിക്കുമ്പോൾ ഉടനെ ചെയ്യുന്ന ദാനമാണ് മഹാൻ പുണ്യം. ധനദാൻ നഹി കരേങ്കെ തോ സാഹുകാർ കേസെ ബനെങ്കെ. അല്ലെ, ഈ ജ്ഞാനധനം നമ്മൾ ദാനം ചെയ്തില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സമ്പന്നരാകാൻ സാധിക്കുന്നത്? തുംഹോ സബ്സെ ജാസ്തി ലോഭി സാരേ വിശ്വക്കെ മാലിക് ബന്നേ മേ കിത്നി ഭാരി കാമന ഹെ. ബാബ പറയുന്നത് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ലോഭമുള്ളവർ, ഏറ്റവും കൂടുതൽ അത്യാഗ്രഹി നിങ്ങളാണ്. കാരണം മുഴുവൻ വിശ്വത്തിന്റെയും അധികാരിയാകുന്നതിന്റെ എത്ര ഭാരിച്ച ആഗ്രഹമാണുള്ളത്. മുഴുവൻ ലോകത്തിന്റെയും അധികാരിയാകണം എന്നുള്ള എത്ര ഭാരിച്ച ആഗ്രഹം നിങ്ങൾക്കുള്ളത്. നിങ്ങൾ അത്യാഗ്രഹിയാണ് എന്ന് ബാബ പറയാണ്. ഹരേക്കോ സദാ സുഖി സദാ ശാന്തമായി ബനാനാഹി. ബാബ പറയണം ഓരോരുത്തരെയും സദാ സുഖികളാക്കണം, സദാ ശാന്തിമയമായ വ്യക്തിത്വത്തിന്റെ ഉടമകളാക്കി മാറ്റണം. മനുഷ്യ മാത്രക്കോ കലിയുഗി ഭ്രഷ്ടാചാരി സെ സത്യക്ക് ശ്രേഷ്ഠാചാരി ബനാനാഹേ. മുഴുവൻ മാനവരാശിയെയും അല്ലെ എന്താണ്, കലിയുഗി ഭ്രഷ്ടാചാരിയിൽ നിന്ന് സത്യയുഗി ശ്രേഷ്ഠാചാരിയാക്കി മാറ്റണം. സത്യയുഗമേ ദേവതായ ദേ. സത്യയുഗത്തിലെ ദേവി ദേവതകൾ സത്യയുഗത്തിൽ ഉണ്ടായിരുന്നു. അഭിനഹി ഹേ. ഇപ്പോൾ ആ ദേവി ദേവതകളൊന്നും ഇല്ല. ജരൂർ ദേവതായി ഹോങ്കെ. തീർച്ചയായിട്ടും ദേവതകൾ ഉണ്ടായിരിക്കും. ഉൻകോ സ്വർഗ കാ ജാതാ ഹെ. ദേവതകൾ ഉള്ള ലോകത്തെയാണ് സ്വർഗം എന്ന് വിളിക്കുന്നത്. പാരഡൈസ് ജരൂർ ബഹുത് അച്ഛാ ഹെ. പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിമനോഹരമാണ് അല്ലെ, സ്വർഗം വളരെ മനോഹരമാണ്. ഹം പുരുഷാർത്ഥ് കർ രഹേ ഹെ സ്വർഗ കാ മാലിക് ബനനെ കെ ലിയെ. നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നത് സ്വർഗത്തിന്റെ അധികാരിയാകാൻ വേണ്ടിയാണ്. ഏക ബാബ്ക്കെ സിവായെ ബാക്കി സബ് ഭൂൽ ജാനാ ഹെ. ഒരേ ബാബയെ കൂടാതെ ബാക്കി എല്ലാം നമ്മൾ മറക്കണം. സബ്സെ മോഹ നഷ്ട ഹോന ചാഹിയെ. അല്ലെ, എല്ലാവരോടുമുള്ള നമ്മുടെ മോഹം നഷ്ടമാകണം. ഒന്നിനോടും മോഹം പാടില്ല. അപ്പൊ എല്ലാവരോടുമുള്ള മോഹം നഷ്ടമാകണം. अच्छा मीठे मीठे सिक्किलते सर्विसबल बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार फर्स्ट पॉइंट. इस बगरी जीवन में पूरी पूरी देही अभिमानी बनना है. ബാബ പറയണ ഈ നിർധനരുടെ ഈ ജീവിതത്തിൽ പൂർണ്ണമായും നമ്മൾ ആത്മാഭിമാനിയായിട്ട് മാറണം. കാരണം സത്യത്തിലെ പോലെ സമ്പത്തും സമൃദ്ധിയൊന്നും ഇപ്പൊ നമ്മുടെ അടുത്തില്ലല്ലോ. അപ്പൊ ബാബ പറയാണ് ഈ നിർധനരുടെ ജീവിതത്തിലെ പൂർണ്ണമായും ആത്മാഭിമാനിയായിട്ട്
ആകണം, മറ്റല്ലേ പൂർണ്ണമായും ആത്മാഭിമാനിയാകണം. കിസി ബി ചീസ് കാ ജാസ്തി ലോഭിനെ ഹി രഖ്നാ ഹെ. ഒരു വസ്തുവും വേണം 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 എന്നുള്ള അമിതമായ അത്യാഗ്രഹം വെക്കരുത്. ജോ മിലേ സോ അച്ഛ, എന്താണ് ലഭിച്ചത് അത് നല്ലതിന്. മാങ്ങിനെ സെ മരണ ബല, യാചിക്കുന്നതിനേക്കാളും ചോദിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാണ്. സെക്കൻഡ് പോയിന്റ്, അപ്നെ അഹങ്കാർ നാ രഖ് മാതാവോ കോ മർത്തബ ദേനാ ഹെ. അല്ലെ, തന്റെ അഹങ്കാരം പുലർത്താതെ അമ്മമാർക്ക് അല്ലെ പദവി നൽകണം, അമ്മമാർക്ക് പദവി നൽകണം. അല്ലെ, എന്താണ് തന്റെ അഹങ്കാരം പുലർത്തരുത്. സമാൻ നിരാകാരി നിരഹങ്കാരി ബന്നാഹി, ബാബയ്ക്ക് സമാനം നിരാകാരിയും നിരഹങ്കാരിയുമായിട്ട് മാറണം. ജ്ഞാനധൻകോ ദാൻ കർണഹി, ജ്ഞാനധനത്തെ ദാനം ചെയ്യണം. വരദാനം, चारों सब्जेक्ट को अपने स्वरूप में लाकर लेने वाले विश्व कल्याणकारी भव. 4 വിഷയങ്ങളെയും തന്റെ സ്വരൂപത്തിൽ കൊണ്ടുവരുന്ന വിശ്വമംഗളകാരിയായി ഭവിക്കും. 4 സബ്ജക്റ്റുകളെയും തന്റെ സ്വരൂപത്തിൽ കൊണ്ടുവരുന്ന വിശ്വമംഗളകാരിയായി ഭവിക്കും. പഠായി കി ജോ 4 സബ്ജക്ട് ഹെ. പഠിപ്പെന്ന് പറയുമ്പോൾ 4 സബ്ജക്ട് ഉണ്ട്. ഏതൊക്കെ 4 സബ്ജക്ട്? പഠിപ്പിലെ 4 സബ്ജക്ട് ഏതൊക്കെയാ? ज्ञानम योगम धारणा सेवा. तो सबका एक दो के साथ संबंध है. അല്ലെ, പഠിപ്പിന് 4 വിഷയങ്ങളോട് സംബന്ധമുണ്ട്. പിന്നെ അല്ലെ ഭവൻ എല്ലാവർക്കും പരസ്പരം സംബന്ധമുണ്ട്. ജോ ജ്ഞാനിത്വ ആത്മാ ഹെ വോ യോഗിത്വ ആത്മാ ഭി അവശ്യ ഹോഗ. ആരാണോ ഇവിടെ ജ്ഞാനി ആത്മാക്കൾ അവര് തീർച്ചയായിട്ടും യോഗി ആത്മാക്കൾ കൂടിയാണ്. तो उसने याद को ज्ञान योग को अपनी नेचर बना लिया है. അല്ലെ, ഭവറിന് ലോകത്തിലുള്ളവര് ജ്ഞാനയോഗത്തെ തന്റെ നേച്ചറാക്കി മാറ്റിയിരിക്കുകയാണ്. ഹർ കർമ്മ നാച്ചുറൽ യോഗ്യുക്തർ ശ്രേഷ്ഠ ഹോങ്കെ. അങ്ങനെ എന്താണ് ജ്ഞാനയോഗത്തെ തന്റെ നേച്ചറാക്കി തന്റെ പ്രകൃതമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർമ്മം നാച്ചുറലായിട്ട് യുക്തിയുക്തവും ശ്രേഷ്ഠവുമാകും. അപ്പൊ ജ്ഞാനയോഗത്തെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെ, നമ്മുടെ നാച്ചുറൽ നേച്ചറാക്കി മാറ്റണം. അല്ലെ, അതായത് ജ്ഞാനയോഗത്തെ നമ്മൾ നമ്മുടെ നേച്ചറാക്കി മാറ്റുമ്പോൾ ഉസ്കെ കർമ്മ നാച്ചുറൽ യുക്തി ശ്രേഷ്ഠമാക്കി അവരുടെ കർമ്മങ്ങൾ ജ്ഞാനീ യോഗ്യമായിട്ടുള്ള കുട്ടികളുടെ കർമ്മങ്ങള് നാച്ചുറലായിരിക്കും. നാച്ചുറലായിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. അല്ലെ, അതേപോലെ തന്നെ യുക്തിയുക്തവും ശ്രേഷ്ഠവുമായിരിക്കും. സ്വഭാവ സംസ്കാര ധാരണ സ്വരൂപമാകെ. സ്വഭാവ സംസ്കാരം അങ്ങനെയുള്ള കുട്ടികളുടെ സ്വഭാവ സംസ്കാരം എന്തായിരിക്കും? അവര് ധാരണ സ്വരൂപരായിരിക്കും. जिनके पास तीनों सब्जेक्ट की अनुभूतियों का खजाना है वो मास्टर दादा. ആരുടെ പക്കലാണോ 3 വിഷയങ്ങളുടെയും അനുഭൂതിയുടെ ഖജനാവ് ഉള്ളത്, അല്ലെ ബാബ പറയാണ്. അല്ലെ, അവിടെ എന്താ പറഞ്ഞേ? ഒന്ന് ജ്ഞാനം, പിന്നെ യോഗം, പിന്നെ സ്വഭാവ സംസ്കാരത്തിൽ ധാരണ സ്വഭാവം, ഗുണങ്ങളുടെ ധാരണ സ്വരൂപം. അല്ലെ, അപ്പൊ ബാബ പറഞ്ഞു ആരുടെ പക്കലാണോ ഈ 3 വിഷയങ്ങളുടെ അനുഭൂതി ഉള്ളത്, അല്ലെ ഈ അനുഭൂതികളുടെ ഖജനാവ് ഉള്ളത്, ആ കുട്ടികള് മാസ്റ്റർ ദാതാവാണ്. അല്ലെ, ഈ 3 വിഷയങ്ങളുടെ അനുഭൂതികളുടെ ഖജനാവ് ആരുടെ പക്കലുണ്ടോ അവര് മാസ്റ്റർ ദാതാവാണ്, സേവാദാരിയാണ്. അവര് മാസ്റ്റർ ദാതാവും സേവാദാരിയുമായി സ്വതവേ മാറും. ജോ ഇൻ ചാരോ സബ്ജക്ട് മേ നമ്പർ 1 लेते हैं उन्हें ही कहा जाता है വിശ്വ കല്യാണക്കാരി. ബാബ പറയണ ആരാണോ ഈ 4 വിഷയത്തിലും ജ്ഞാനം, യോഗം, ധാരണ, സേവ ഈ 4 വിഷയത്തിൽ നമ്പർ 1 ആയി മാറുന്ന കുട്ടികൾ അവരെയാണ് വിശ്വമംഗളകാരി എന്ന് വിളിക്കുന്നത്. स्लोगन, माया के विग्रह डूब के खेल को साक्षी होकर देखो और निर्भय रही. മായയുടെ വിഗ്രാള രൂപത്തിന്റെ കളി, അല്ലെ വിഭത്സ രൂപത്തിന്റെ ആ വിഗ്രാള രൂപത്തിന്റെ കളി സാക്ഷിയായിട്ട് കാണൂ. അപ്പോൾ നിങ്ങൾക്ക് നിർഭയരായിരിക്കാൻ സാധിക്കും. അപ്പൊ മായ അതിഭീകരമായ രൂപത്തിൽ വന്നാലും നിങ്ങൾ നിർഭയരായിരിക്കണം. കാരണം മായയുടെ വിഗ്രാള രൂപത്തിന്റെ കളിയെ സാക്ഷിയായിട്ട് കാണാൻ പഠിക്കണം. അപ്പോ മായയുടെ വിഗ്രാള രൂപത്തെ മാത്രമല്ല സാക്ഷിയാക്കേണ്ടത്, നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ രംഗങ്ങളും നമ്മൾ സാക്ഷിയായിട്ട് വീക്ഷിക്കണം. ദാദിമാരുടെ പഴയ ഡയറിയിൽ നിന്ന് അമൂല്യമായ ജ്ഞാനരത്നങ്ങൾ.
ജ്ഞാനിക്ക് മെഹസൂസ്ത കാ സുഖ ഹേ ഹി ശാന്തി. ജ്ഞാനത്തിന്റെ ഫീലിങ്സ് എന്ന് പറയുന്നത് തന്നെ ശാന്തിയാണ്. ശാന്തി അർത്ഥം നിർവികൽപ ഹോജാൻ. ശാന്തി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ശാന്തിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നമ്മൾ നിർവികൽപ സ്ഥിതിയില്, നിർവികൽപ സമാധി എന്ന് കേട്ടിട്ടില്ലേ? നിർവികൽപമായ സ്ഥിതിയിൽ ഇരിക്കണം. ഒരു വ്യർത്ഥ സങ്കല്പങ്ങളും വികല്പങ്ങളും മനസ്സിലില്ലാത്ത അവസ്ഥ. അന്തർജാനസെ ശാന്ത സ്വരൂപ ഹോ ജാത്തെ. തന്റെ ഉള്ളിലേക്ക് തന്നെ അന്തർജാനസെ ശാന്ത സ്വരൂപൻ ജാത്തെ. അപ്പൊ ബാബ പറഞ്ഞത് ജ്ഞാനത്തിന്റെ ഫീലിങ്സ് അല്ലെ, സുഖത്തിന്റെയും ശാന്തിയുടെയും അവസ്ഥയാണ്. അതായത് നിർവികൽപമായ അവസ്ഥ അല്ലെ. അവിടെ പോസിറ്റീവായ ചിന്തകളും ശുദ്ധമായ ചിന്തകളും മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു വികല്പങ്ങളും അല്ലെ, ഒരു നെഗറ്റീവ് ചിന്തകളും ഒന്നുമില്ല. അപ്പൊ നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശാന്ത സ്വരൂപരായിട്ട് മാറും. इस अविनाशी ज्ञान से സമ്പൂർണ്ണ ശാന്തിക്ക് സ്ഥാൻ പർ ജായി പഹുഞ്ചത്തെ ഹേ. ബാബ നൽകുന്ന ഈ അനശ്വരമായ ജ്ഞാനരത്നങ്ങളിലൂടെ സമ്പൂർണമായ ശാന്തിയുടെ സ്ഥാനത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. ബാബ പറയുന്ന സമ്പൂർണമായ ശാന്തിയുടെ സ്ഥാനത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് ബാബ നൽകുന്ന ഈ അനശ്വരമായ ജ്ഞാനരത്നങ്ങളിലൂടെയാണ്. ശാന്ത് അർത്ഥാത് योग അല്ലെ. ശാന്തി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ശാന്തത എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ യോഗയുക്തരായിരിക്കാണ്. शांत अर्थात योग, योग निष्ठी अवस्था को धारण करने से योग की बहुत लाइट निकलती है. അപ്പൊ ബാബ പറയാണ് ജ്ഞാനം അല്ലെ, ജ്ഞാനവും യോഗവും. അപ്പൊ യോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യോഗം ചെയ്യുമ്പോഴാണ് ചുറ്റും ശാന്തിയുടെ വൈബ്രേഷൻ നിറയുന്നത് അല്ലെ, ചുറ്റുള്ള അന്തരീക്ഷം ശാന്തമാകുന്നത്. അപ്പൊ ബാബയെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ ബാബയുടെ അടുത്തുള്ള വൈബ്രേഷനും പരിണാമത്തിലുള്ള വൈബ്രേഷനും ഇവിടേക്ക് വരും. അപ്പോ ശാന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗത്തിന്റെ യോഗനിഷ്ഠമായ അവസ്ഥ. ആ യോഗനിഷ്ഠമായ അവസ്ഥയെ നമ്മൾ ധാരണ ചെയ്യുന്നതിലൂടെ അല്ലെ, യോഗം വളരെയധികം ഷാർപ്പാകുന്നു, വളരെ തീവ്രമായിട്ടുള്ള ഗതിയിലേക്ക് പോകുന്നു. എന്ന് വെച്ചാല് നമ്മൾ അത്രയും ലൈറ്റ് ആകുന്നു. യോഗം ചെയ്യുമ്പോൾ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ അനുഭവപ്പെടുക? അത്രയും ലൈറ്റ്നെസ് നമുക്ക് അനുഭവപ്പെടുന്നു. जो दिन रात ऐसे मीठी योग की अवस्था में रहते हैं उन्हें अपरम अपार खुशी होती है. അപ്പൊ രാത്രിയും പകലും ഇപ്പോ നമ്മളുടെ ഒരു ഫംഗ്ഷന് വന്ന പുതിയ ആളുകള് നമ്മൾ 2 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യിപ്പിച്ച അവർക്ക് നല്ല അനുഭൂതി ഉണ്ടായാൽ അവര് ചിന്തിക്കും ദിവസം രാത്രിയും പകലും മധുരമായ യോഗത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് അപാരമായ സന്തോഷം ഉണ്ടാകും അല്ലെ. ഇവിടെ എന്താണ്? രാത്രിയും പകലും മധുരമായ യോഗത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് അപാരമായ സന്തോഷം ഉണ്ടാകും. उनके सब हद के बंधन टूट बेहद की स्थायी खुशी प्रकट हो जाती है. അപ്പൊ ആ കുട്ടികളുടെ പരിധികളുള്ള ബന്ധനങ്ങളെല്ലാം മുറിഞ്ഞുപോയി, അറ്റുപോയി പരിധികളില്ലാത്ത സ്ഥായിയായ സന്തോഷം പ്രകടമാകാൻ കഴിയുന്നു. അപ്പൊ ആ കുട്ടികൾക്ക് എന്താണ്? പരിധിയുള്ള ബന്ധനത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെട്ട് പരിധിയില്ലാത്ത സ്ഥായിയായ സന്തോഷം അവരിൽ പുറത്ത് പ്രകടമാവുകയാണ്. ऐसी अवस्था में दिल बहुत हल्की रहती है. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ഹൃദയം വളരെ ലൈറ്റ് ആയിരിക്കും. खुशी की लहरें में फूल नहीं समाते. പവന സന്തോഷത്തിന്റെ അലകളില് ഒരിക്കലും പുഷ്പങ്ങൾ ലയിച്ചു പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്? അത്രയും കുട്ടികളുടെ ഹൃദയത്തിലെ സന്തോഷം നിറയും, ഹൃദയം ലൈറ്റ് ആകും. तो खुशी की लहरों में फूल नहीं समाते. तो यही निष्ठा योग की चाबी है. हम देवी वत्सों ने पिता ईश्वर से प्राप्त है. അപ്പൊ ബാബ പറഞ്ഞത് ഇതാണ്. ജ്ഞാനത്തിന്റെ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെ, ആ ജ്ഞാനത്തിന്റെ ഫീലിങ്സിലുള്ള ആ അനുഭൂതിയുടെ സുഖം അത് ശാന്തിയാണ്, നിർവികൽപമായിരിക്കുക എന്നുള്ളതാണ് അല്ലെ. ഉള്ളിലേക്ക് നമ്മൾ ജ്ഞാനസാഗരത്തിന്റെ അഗാധതയിലേക്ക് പോകുമ്പോൾ നമ്മൾ ശാന്ത സ്വരൂപമായി മാറുന്നു. ബാബ പറയാൻ അനശ്വരമായ ജ്ഞാനത്തിലൂടെ സമ്പൂർണമായ ശാന്തിയുടെ സ്ഥാപനയിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്.
ജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് യോഗമാണ്. അതായത് യോഗനിഷ്ഠമായിരിക്കുന്ന യോഗി, അത് അവരാണ് ജ്ഞാനി അല്ലെ. പക്ഷെ ഈ യോഗനിഷ്ഠമായ വ്യക്തിത്വം ധാരണ ചെയ്യുന്നതിൽ നമ്മുടെ ധാരണ ചെയ്യുന്നതിലൂടെ എന്താവും, നമ്മുടെ യോഗം എന്ന് പറയുന്നത് വളരെയധികം ലൈറ്റ് ആകും. ബഹുത് തേജ് ലൈറ്റ് നിക്കലത്തി ഹെ. അതാണ് പറഞ്ഞ ബാബ. എന്നുവെച്ചാല് നമ്മള് അത്രയും യോഗയുക്തമായിട്ട് നിഷ്ഠയോട് കൂടിയിട്ട് യോഗത്തിന്റെ അവസ്ഥയിൽ നമ്മൾ ഇരിക്കില്ല. ഇപ്പൊ നമ്മൾ അത്ര അശരീരി സ്ഥിതിയിൽ ഈ ലോകത്തിൽ തികച്ചും ഡിറ്റാച്ച്ഡ് ആയി വേറിട്ട് ബാബയുടെ ഓർമ്മയില് നമ്മൾ പറഞ്ഞില്ലേ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമുക്ക് അത്രയ്ക്ക് അശരീരി സ്ഥിതിയിൽ ദേഹത്തിൽ നിന്ന് വേറിട്ട്, ദേഹത്തിന്റെ ലോകത്ത് നിന്ന് വേറിട്ട് അത്രയും നിഷ്ഠയോടുകൂടി നമ്മൾ യോഗം ചെയ്യുമ്പോൾ എന്താന്ന് ബാബ പറയുന്നത്, യോഗത്തിൽ നിങ്ങളിൽ നിന്നും വളരെയധികം പ്രകാശം പുറത്തേക്ക് വരും, വളരെയധികം പ്രകാശം പുറത്തേക്ക് വരും അല്ലെ. അപ്പോ ആരാണോ രാത്രിയും പകലും അത്രയും മധുരമായ യോഗത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുന്നത്, ആ കുട്ടികൾക്ക് അപാരമായ സന്തോഷമാണ് ഉണ്ടാകുക. അപ്പോ അത്രയ്ക്കും നിഷ്ഠയോടുകൂടിയുള്ള യോഗത്തിലിരിക്കുന്ന കുട്ടികൾ അത്രയും ധാരണ ചെയ്തുകൊണ്ട് യോഗത്തിൽ ഇരിക്കുമ്പോൾ ആണ് ബാബ പറയുന്നത് അത്രയും പ്രകാശം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരും. ബാബ പറയുന്ന അവരുടെ എല്ലാ പരിധിയുള്ള ബന്ധനങ്ങളും അവർക്ക് ഇല്ലാതാകണം. പരിധിയുള്ള എല്ലാ ബന്ധനങ്ങളും പോയിട്ട് പരിധികളില്ലാത്ത സ്ഥായിയായ സന്തോഷം, പരിധിയുള്ള ബന്ധനങ്ങളൊക്കെ ഇല്ലാതായി, ആ ബന്ധനങ്ങളൊക്കെ അവരെ വിട്ടു പോയി, പരിധികളില്ലാത്ത സ്ഥായിയായ സന്തോഷം ആത്മാവിൽ പ്രകടമാവുകയാണ്. ऐसे അവസ്ഥ में दिल बहुत हल्की रहती है. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ഹൃദയത്തില് നമ്മുടെ മനസ്സിൽ ഭയങ്കര ലൈറ്റ്നെസ്, ഭാരരഹിതമായിരിക്കും, സന്തോഷത്തിന്റെ അലകളായിരിക്കും. ഖുഷിക്ക് ലഹരോ മേ ഫൂലെ നഹി സമാത്തെ ഹെ അല്ലെ. ഭഗവാന സന്തോഷത്തിന്റെ അലകളിൽ പുഷ്പങ്ങൾ ലയിക്കുന്നില്ല. യഹി യോഗയ്ക്ക് നിഷ്ഠ ചാവി ഹെ. ഇത് യോഗത്തിന്റെ ചാവിയാണ്. ഈ നിഷ്ഠ എന്ന് പറയുന്നത്, യോഗത്തിന്റെ നിഷ്ഠ എന്ന് പറയുന്നത് ചാവിയാണ് അല്ലെ. നമ്മള് ദൈവിക സന്താനങ്ങൾക്ക് പിതാവായ ഈശ്വരനിലൂടെ പ്രാപ്തമായിട്ടുള്ള ചാവിയാണിത്, ഈ അല്ലെ യോഗത്തിന്റെ സ്ഥിതി. ഓം. जहाँ देह का